നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ക്ഷേത്രങ്ങളിലെ അല്ലെങ്കിൽ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ തൊഴാൻ പോകുന്ന സമയത്ത് നിവേദ്യ സമയത്ത് ഇതുപോലൊരു പട്ടിട്ടിട്ടുണ്ടാകും. അതായത് നിവേദ്യം എന്താണ് നിവേദിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്ന ചടങ്ങ് എന്ന് ഭക്തരെ ദർശിക്കാതിരിക്കാനായിട്ട് ഒരു പട്ടിട്ടിട്ടുണ്ടാകും. അപ്പോൾ പലരും വിചാരിക്കേണ്ട ഈ നിവേദ്യ സമയത്ത് തൊഴുതാൽ എന്താ, നിവേദ്യ സമയത്ത് കണ്ടാൽ എന്താ, എന്തിനാണ് ഇങ്ങനെ പട്ടിടുന്നത് എന്ന കാര്യത്തിൽ പലർക്കും ഒരു സംശയം ഉണ്ടാവും. പൊതുവെ നമ്മളുടെ സമ്പ്രദായം അനുസരിച്ചിട്ട് നിവേദ്യ സമയത്ത് പ്രാർത്ഥിക്കാൻ പാടില്ല. പട്ടിട്ടാലും പട്ടിട്ടില്ലെങ്കിലും ഒന്നും നിവേദ്യ സമയത്ത് തൊഴരുതെന്നാണ് നിയമം. അതിന് കാരണം, അപ്പോൾ ആ നിവേദ്യ സമയത്ത് തൊഴിൽ ഒഴിവാക്കാനായിട്ടാണ് ഈ പട്ടിടുന്നത്. സാധാരണ രീതിയിൽ നല്ല തിരക്കുള്ള അമ്പലങ്ങളിൽ ഭക്തരെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരു പട്ടിട്ടാൽ ആ കാഴ്ച മറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഒരു ക്ഷേത്രത്തിലെ പൂജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നിവേദ്യം. ഒരു ക്ഷേത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് നിവേദ്യം. എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ പൂജ മുടങ്ങിപ്പോയാലും മിനിമം ഒരു നിവേദ്യമെങ്കിലും നിവേദിക്കണമെന്നാണ്. ഒരു നേരമെങ്കിലും ഭഗവാന് നിവേദ്യമെങ്കിലും മുടങ്ങാതിരിക്കണം എന്നാണ് നിയമം. പൂജ മുടങ്ങിയ പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യാണ്ട്, പക്ഷേ നിവേദ്യം മുടങ്ങരുതെന്നാണ് നിയമം. അത്ര പ്രധാനപ്പെട്ടതാണ് നിവേദ്യം. ഈ നിവേദ്യത്തിൻ്റെ ചടങ്ങുകളും നിവേദ്യത്തിൻ്റെ ക്രിയയും ഒരു പൂജയെ സംബന്ധിച്ച് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങായതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ, പുറത്തുനിന്നുള്ള ഇടപെടലുകളും ഡിസ്റ്റർബൻസുകളും ആ നിവേദ്യ സമയത്ത് അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിവേദ്യ സമയത്ത് തൊഴരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പഴയ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും, ഊണ് കഴിക്കുന്ന സമയത്ത് രാജാവ് വന്നാലും കൂടി എണീക്കാൻ പാടില്ല എന്നാണ്. അതായത് ആ ഊണിൻ്റെ പ്രാധാന്യമാണ് അവിടെ കാണിക്കുന്നത്. മാത്രമല്ല പഴയ ആൾക്കാർ പറയാറുണ്ട്, ഊണ് കഴിക്കുമ്പോഴെങ്കിലും അവനെ ശല്യപ്പെടുത്തരുത് അല്ലെങ്കിൽ അവളെ ശല്യപ്പെടുത്തരുത് പറയാറ്. ഊണ് കഴിക്കുമ്പോൾ നമ്മൾ ഒരാൾ ഊണ് കഴിക്കുമ്പോൾ അയാളോട് പല പരാതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ശല്യപ്പെടുത്തരുതെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഭഗവാന്റെ നിവേദ്യ സമയത്ത് ഭക്തന്മാരെ ആ ഭഗവാന്റെ മുന്നിൽ പലതരത്തിലുള്ള ആവലാദികളും അല്ലെങ്കിൽ വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒന്നും പറഞ്ഞിട്ട് ആ ഭഗവാനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ ആ നിവേദ്യത്തിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കുക എന്നതുകൊണ്ടാണ് നിവേദ്യ സമയത്ത് തൊഴരുത് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ തിരക്കുള്ള സമയത്ത് സാധാരണ രീതിയിൽ നമ്മൾ എന്തൊക്കെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാലും ഭക്തന്മാർ ആ നിവേദ്യത്തിന് ഭഗവാനെ കാണുമ്പോൾ സ്വാഭാവിക രീതിയിൽ എല്ലാ ഭക്തന്മാരും പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടിടുന്നത്. പട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും കാണില്ല. അത് ആ നിവേദ്യ ചടങ്ങിൻ്റെ പ്രാധാന്യം. മാത്രമല്ല നിവേദ്യം എഴുന്നള്ളിക്കുക എന്ന് പറയാം. നിവേദ്യത്തിൻ്റെ പ്രാധാന്യം, നിവേദ്യം എഴുന്നള്ളിക്കുക എന്നാണ് പറയുക. നിവേദ്യ സമയത്ത് ശംഖ് വിളിക്കാൻ പറയാറുണ്ട്. മഹാക്ഷേത്രങ്ങളിലൊക്കെ ശംഖ് വിളിച്ചിട്ടാണ് ആ നിവേദ്യം അകത്തേക്ക് കൊണ്ടുപോയി വയ്ക്കാറുള്ളത്. അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നിവേദ്യം. അപ്പോൾ പൊതുവേ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും നിവേദ്യം നടക്കുകയാണെങ്കിൽ ആ സമയത്ത് തൊഴും പ്രാർത്ഥിക്കുക മുതലായ ചടങ്ങുകൾ ഒഴിവാക്കുക. ഈ പട്ടിടുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഭക്തന്മാരും ഭഗവാനും തമ്മിൽ ഈ നിവേദ്യ സമയത്ത് ആ ഇടപെടലുകൾ ഒഴിവാക്കുക. ഇനി ആ സമയത്ത് നമ്മൾ മേൽശാന്തിയുടെ കൂടെയുള്ള മറ്റുള്ള ആൾക്കാരും ആരാണെങ്കിലും ആ നിവേദ്യ സമയത്ത് മുറിച്ച് കിടക്കരുതെന്ന് നിയമമുണ്ട്. കുറേ നിവേദ്യങ്ങളുണ്ടെങ്കിൽ എല്ലാ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ